ഐ എം എ ഡോക്ടർ. അപ്പോൾ ഓൾറെഡി പോയ്സണിങ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആൻറ്റിഡോട്ടായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതും കൂടിയും പറയാതെ കൊണ്ടുനടന്നില്ലേ. സോ വെർ ഇസ് ലവ് ഇൻ ഇറ്റ്? സാധാരണ എന്ത് ചെയ്താലും പെൺപിള്ളേർ എന്ത് ചെയ്താലും അതിനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യല്. തികച്ചും നല്ലൊരു തീരുമാനമാണ് നടന്നിട്ടുള്ളത്. കൂടിപ്പോയിട്ടൊന്നുമില്ല, ചെയ്ത് നല്ല കാര്യം. 100% ഡിസേർവ് ചെയ്യുന്നതാണ് കിട്ടിയത്. സന്തോഷം തോന്നി കേട്ടപ്പോൾ. ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ കൊന്നു കഴിയപ്പം നമുക്കൊരു പോയിന്റ് കഴിയപ്പോഴേക്കും നമ്മൾ ഭയങ്കര തകർന്നു പോകും. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് അവരെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു കാര്യം ഗ്രീഷ്മയ്ക്കില്ല. വധശിക്ഷ കൊടുക്കുക എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ടുള്ള വിധിയായിട്ടാണ് തോന്നുന്നത്. ഒന്നാമത് വധശിക്ഷ എന്നുള്ളത് ഒരു നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ന്യായമായ വിധി തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് അതൊരു പാഠമായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കഷായം ഗ്രീഷ്മയ്ക്ക് കൊടുത്ത വിധി അത് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. നന്നായിട്ടേ ഉള്ളൂ. സാധാരണ എന്ത് ചെയ്താലും പെൺപിള്ളേർ എന്ത് ചെയ്താലും അതിനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യല്. തികച്ചും നല്ലൊരു തീരുമാനമാണ് നടന്നിട്ടുള്ളത്. കൂടിപ്പോയിട്ടൊന്നുമില്ല, ചെയ്ത് നല്ല കാര്യം. ഇല്ലല്ലോ, ഒരിക്കലും തോന്നുന്നില്ല. അവർ ചെയ്തത് ഇതല്ല, അത്ര സ്നേഹിച്ചിട്ടും ചെയ്ത തെറ്റ് തന്നെയല്ലേ. ഹാങ്ങിങ് ശരിയല്ല എന്ന് പറഞ്ഞാലും പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് അല്ലേ. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേ ബി ഒരു 8 to 12 years. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങും. മേ ബി ഷിൽ ബി ഔട്ട് ബൈ 32 or something. ഷിൽ ഗെറ്റ് മാരീഡ്, വേറൊരു ലൈഫ് ഉണ്ടോ. സോ ഐ എം എ ഡോക്ടർ. അപ്പോൾ ഓൾറെഡി പോയ്സണിങ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആൻറ്റിഡോട്ടായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതും കൂടിയും പറയാതെ കൊണ്ടുനടന്നില്ലേ. സോ വെർ ഇസ് ലവ് ഇൻ ഇറ്റ്? പറഞ്ഞില്ല. സോ ലവ് എന്ന് പറയുന്ന കാര്യത്തിലില്ല. സ്വന്തം സേഫ്റ്റി മാത്രം അങ്ങനെയൊക്കെയല്ല നോക്കിയിട്ടല്ലേ ചെയ്തത്. സോ കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ചെയ്ത ശിക്ഷയ്ക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. ദാറ്റ് ഈസ് വെയർ റിയൽ ഇക്വാലിറ്റി ലൈസ്. 100% ഡിസേർവ് ചെയ്യുന്നതാണ് കിട്ടിയത്. സന്തോഷം തോന്നി കേട്ടപ്പോൾ. ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. സാധാരണ ഇപ്പോൾ എല്ലാവരും പറയുന്നത് 24 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വധശിക്ഷ കൊടുക്കുക എന്ന് ഭയങ്കര സീനാണെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് അവര് ഭാവിയിൽ തിരുത്തി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത്രയും പ്ലാൻ ചെയ്തിട്ട് ഇത്രയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണല്ലോ. പിന്നെ ഇന്നലെ എങ്ങാണ്ട് ന്യൂസ് കണ്ടായിരുന്നു, മൂപ്പത്തി പിന്നെ ജീവപര്യന്തമാണ് 8 yearsന് ശേഷം ആള് ജീവിച്ചോളാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും അഹങ്കാരത്തോടത് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇത് ഡിസേർവ് ചെയ്യുന്നതാണ്. വധശിക്ഷ കൊടുക്കുക എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ടുള്ള വിധിയായിട്ടാണ് തോന്നുന്നത്. ഒന്നാമത് വധശിക്ഷ എന്നുള്ളത് ഒരു നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്കൊക്കെ കൂടുതൽ കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സിലൊക്കെ ജുഡീഷ്യറി ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ വധശിക്ഷ ഒഴിവാക്കിയിട്ട് ബദൽ ശിക്ഷാവിധികളിലോട്ട് പോകണം എന്നുള്ളതാണ് അഭിപ്രായം. എന്ത് ബദൽ ശിക്ഷാവിധികൾ? കറക്റ്റീവായിട്ട് ഇപ്പോൾ 24 വയസ്സുള്ള ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്ത കുട്ടിയെ ഇനി അവരിവിടെ ജീവിക്കണ്ട എന്നുള്ളതാണ് ജുഡീഷ്യറി പറയുന്നത്. അപ്പോൾ അതാണോ ഈ പരിഷ്കൃത സമൂഹത്തിൽ എടുക്കേണ്ട ഒരു വിധി? അതല്ല, ആ കുട്ടി ചെയ്തത് അപരാധമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ അതിനെ റിയലൈസ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും റിസർച്ചേഴ്സും ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇപ്പോഴും പരിഷ്കൃതമല്ലാത്ത വിധി കിട്ടുകയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പരിഷ്കൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് പേടിയുണ്ടാവും, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ഇത്രയൊക്കെ കിട്ടാനുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരില്ലേ? ഭയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഈ ക്രമസമാധാനം നിലനിൽക്കേണ്ടതോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയമല്ല, ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം നിലനിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരിഷ്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ഭയമല്ല അടിസ്ഥാനം എന്നുള്ളതും മാറേണ്ടതാണ്. എന്നൊരു പേര് മാറ്റി കറക്ഷൻ ഹോമുകൾ എന്നാണല്ലോ പറയുന്നത്. കുറ്റവാളികൾ എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടുണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ജനിക്കുന്നതല്ല. അവര് സർക്കംസ്റ്റൻസസ് കൊണ്ട് കൂടിയാണ് അങ്ങനെ ആകുന്നത്. ഈ കറക്ഷൻ ഹോമുകൾ എന്നുള്ളത് സത്യത്തിൽ ഇപ്പൊ കേരളം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഫലം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആ ഏരിയയിലൊക്കെ ഇനിയും കൂടുതലായിട്ടുള്ള എൻഗേജ്മെൻറ്റ് വേണം. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നും എൻഗേജ്മെൻ്റ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. സൊസൈറ്റിയും ഭയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭയം വേണം, തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കൂടുതൽ പേടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് സൊസൈറ്റി നിൽക്കുന്നത്. അപ്പോൾ സൊസൈറ്റി മാറുമ്പോൾ സ്റ്റേറ്റിനും മാറാൻ പറ്റുള്ളൂ. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ആ രീതിയിൽ കുറേ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കൂടിപ്പോയെന്ന് തോന്നില്ല. പക്ഷെ ആൾക്കത് കിട്ടിയ ശേഷം ആള് എനിക്കിതൊന്നും അല്ല, ഞാൻ ഇതിനകത്ത് ഊരി വരും. അപ്പോൾ ആളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം ഒന്നെങ്കിൽ ആൾക്ക് അടക്കളി പോയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതി പേടിപാടോ
ലൈക്ക് മറ്റേ അതോറിറ്റീസ് നിന്ന് ഇൻഫ്ലുവൻസ് കാണുമായിരിക്കും. എന്തോ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വധശിക്ഷ കിട്ടിയിട്ടും എന്തുകൊണ്ട് ആക്കൊരു ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല, ലൈക്ക് ഒരു പ്രണയിച്ച ഒരാളെയാണ്, ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ കൊന്നു കഴിയപ്പം നമുക്കൊരു പോയിന്റ് കഴിയപ്പോഴേക്കും നമ്മൾ ഭയങ്കര തകർന്നു പോകും, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് അവരെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു കാര്യം ഗ്രീഷ്മയ്ക്കില്ല. ഇത്രയും ആയിട്ടും ഒരു ഡിപ്രഷനിലോട്ട് പോകട്ടെ ആട്ടെ, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഇമോഷണലി പെയിൻ ആവട്ടെ, അങ്ങനത്തെ ഒരു കാര്യം വന്നതേ ഇല്ല. ഒരു വിധി ഒന്നും അല്ലെന്നാണ് പുള്ളിക്കാരുടെ ഫീലിംഗ് ഉണ്ടായത്. ആദ്യ വിധി കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി, സീരിയസ്ലി എനിക്ക് സന്തോഷമുണ്ടായി. പക്ഷെ ആളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇതായി. കാരണം ഈസിയായിട്ട് ഊരി പോരുമെന്നൊരു കോൺഫിഡൻസ്, ഒരു 100%, 100 ഒരു 1000% കോൺഫിഡൻസ് ആക്കുന്നുണ്ട്. അത് എനിക്കൊരു അല്ലാതായി. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പിനൊക്കെ ഒരു വാല്യൂ ആരും കൊടുക്കുന്നില്ലതായിട്ട് തോന്നുന്നു. ഒരിക്കലും ഇല്ല. അതൊക്കെ നമ്മുടെ പഴയ കാലത്താന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, കുറേ ഷിപ്പ് ഉണ്ടല്ലോ, അതേ ഉള്ളൂ. ആർക്കും ഒരു ജെനുവിനായിട്ട്, നമ്മളിപ്പോൾ ഒരാൾ ജെനുവിനായിട്ട് സ്നേഹിക്കണം, നമ്മളതിൽ നിന്ന് സ്നേഹം, അവരുടെ കെയറിങ്, അറ്റൻഷൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ ലൈഫ് ലോങ് അവരുടെ കൂടെ നമ്മളും അവരുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. അപ്പം അവരതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല നമ്മളോട് നിൽക്കുന്നത്. അവർക്കൊരു സ്നേഹമോ കെയറിങ് അല്ല നമ്മുടെ അടുത്ത് നിന്ന് വേണ്ടത്, മറ്റ് പല കാര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ പഴയ കാലത്തല്ല കുറച്ച് ഇപ്പം പറയും തള്ളവയോ എന്നൊക്കെ പറയും, എനിക്ക് അതറിയാം. എങ്കിലും പഴയ കാലത്തൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് പ്രണയം, മാരേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ആത്മാർത്ഥമായിട്ട് ആരെ സ്നേഹിക്കാൻ പറ്റും, ആരെ വിശ്വസിക്കാൻ പറ്റും? എനിക്കറിയത്തില്ല സത്യമായിട്ട്. നമുക്ക് ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടായിട്ടായാലും ലവറായിട്ടായാലും നമുക്ക് പറ്റത്തേ ഇല്ല. കാരണം അവർ തന്നിട്ടൊന്നൊരു ട്രോമയുണ്ട്, നമ്മുടെ ലൈഫ് ലോങ് അഫക്റ്റ് ചെയ്യും. നമുക്കത് നമ്മൾ റിക്കവറി വരുമായിരിക്കും. റിക്കവറി വരുമ്പോഴേക്കും അടുത്തൊരാൾ വന്നിട്ട് നമുക്ക് അവരെയും കൂടുതൽ വിശ്വസിക്കാം. അവരും മറ്റു വ്യക്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. മറ്റു വ്യക്തിയെ നമ്മൾ കമ്പയർ ചെയ്യും, അവരിങ്ങനെയാണല്ലോ നിന്നത്, ഇവരിങ്ങനെയാണ് നിന്ന് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഞാനെന്ന വ്യക്തി ഒരാളോട് പെട്ടെന്ന് ഇമോഷണൽ അറ്റാച്ച് ചെയ്യും. എൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ അത്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും, പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ഒരിക്കലും നമ്മളൊരാളെ പെട്ടെന്ന്, ഞാൻ പറയുന്ന ആൾക്കാർ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് വിശ്വസിക്കും. അവരെന്താണെന്നോ പറയുന്നത്, ഇത് സത്യമാണ്, അത് മറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അത് കള്ളമെന്നോ അവർ പറയുന്നത് എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടാന്നോ ഒന്നും ചിന്തിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ നമ്മൾ മഷിയിട്ട് നോക്കിയാലും കിട്ടത്തില്ല, ഒന്നിനും കിട്ടത്തില്ല. ഷാരോൺ വധക്കേസിലെ വിധി കൊടുത്ത ശിക്ഷ കൂടിപ്പോയി തോന്നുന്നുണ്ടോ? ഇല്ല, അത് ന്യായമായ വിധി തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് അതൊരു പാഠമായിരിക്കട്ടെ. ആണും പെണ്ണും എന്നുള്ള ആ ഒരു രീതിയൊന്നുമില്ല. ഇത് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഇത് പാടില്ല, തെറ്റാണെന്നുള്ള അറിയണമല്ലോ. ആണും പെണ്ണും എന്നുള്ള ഇതിൽ വരുന്നില്ല. ആ യുവത്വത്തിന് എല്ലാവരും ബാധിക്കുന്ന ഒരു ശിക്ഷയെ മാറട്ടെ ഇത്. ഒരു ചോദ്യം കൂടി. ഓക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങൾക്ക്, പ്രണയബന്ധം എന്നല്ല ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഒരു വാല്യൂ ഇപ്പോഴത്തെ ജനറേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വാല്യുവേഷനല്ല ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ വ്യക്തികൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാവുന്നൊരു സിറ്റുവേഷനിലേക്ക് മാറിയല്ലോ. അപ്പോൾ അതങ്ങനെ വാല്യുവേഷനൊന്നും നോക്കുന്നില്ല, അവരവരുടെ ഇഷ്ടം നോക്കിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെല്ലാം. ഒരുപാടധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. അങ്ങനെ ട്രസ്റ്റ് അല്ല, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണല്ലോ അല്ല ഇപ്പോൾ. അപ്പോൾ അവർക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അവർ ജീവിത ശൈലി മാറിയല്ലോ.